ഇഫക്ട് ന്യൂസിലേക്ക് സ്വാഗതം. സത്യത്തിൻ്റെ വിധിയാണ് ഇന്ന് വെള്ളാപ്പള്ളിനെതിരായിട്ടുള്ള ഈ വിധി. ഇത് ശ്രീനാരായണീയരുടെ വിജയമാണ്. സാധാരണ പാവപ്പെട്ട ഈഴവന്മാരുടെ വിജയമാണ്. കാരണം 2002 മുതൽക്ക് ഞാൻ അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. കാരണം SNDP യോഗത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും, എല്ലാ സമ്പത്തും, എല്ലാ അധികാരങ്ങളും ഒരാളും നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഭരണമായിരുന്നു ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. കാരണം പാവപ്പെട്ടവൻ്റെ കാരണം ആയിരക്കണക്കിന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ, SNDP കിട്ടുന്ന വരുമാനങ്ങൾ, ഇതൊന്നും SNDP യോഗത്തിൻ്റെയോ അല്ലെ SNDP പിന്നെ വിശ്വസിക്കുന്ന ശ്രീ നാരായണീയരുടെ ഒരു ഗുണത്തിന് ഉപയോഗിച്ചില്ല എന്നാണ് സത്യം. അതൊക്കെ സ്വന്തം കാര്യത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. എത്രയോ സ്കൂളുകൾ, എത്ര സ്ഥാപനങ്ങൾ, അതൊക്കെ അങ്ങനെ തന്നെ ഇപ്പം കിടക്കുകയാണ്. അത് പരിരക്ഷിക്കാതെ കാര്യങ്ങൾ ചെയ്യുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഭയപ്പെട്ട് അവിടുത്തെ അധികാരികൾ, അവിടുത്തെ ജോലി ചെയ്യുന്ന ആളുകൾ ആരും തന്നെ പറയാറില്ല. കാരണം അദ്ദേഹം എന്തെങ്കിലും ആ സ്ഥാപനത്തെപ്പറ്റി കുറവ് പറഞ്ഞാൽ അവർ അന്നേരം തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഭയത്തിൻ്റെ ഒരു നിഴലിലായിരുന്നു ഇതുവരെയുള്ള ഭരണം മുഴുവൻ. അതുകൊണ്ട് അവർ അവകാശങ്ങൾ മുഴക്കാനോ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ പറയാനോ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനാണ് 2002 മുതൽക്ക് ഞങ്ങളും ധർമ്മവേദി എന്നൊരു പ്രസ്ഥാനം ആരംഭിച്ച് നമ്മൾ പ്രവർത്തിച്ചത്. അതിൽ 4, 5, 6 കൊല്ലങ്ങളോളം ഞങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചു. പക്ഷേ ഇയാളെ കുതന്ത്രമായ പല കാര്യങ്ങൾ കൊണ്ടും നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് സത്യം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാന്യമായ വഴിയിൽ മാത്രമേ ഇതിനെ എതിർക്കാൻ സാധിക്കുകയുള്ളൂ. കുതന്ത്രത്തിൽ കൂടിയോ അല്ല അനീതിയായ വഴിയിലോ ഞങ്ങൾക്ക് എതിർക്കാൻ ഇതുവരെ ശ്രമിച്ചില്ല. ഇത്ര കൊല്ലങ്ങളും ശ്രീനാരായണ ധർമ്മവേദി എന്ന ഈ പ്രസ്ഥാനം അതായത് ഞാൻ തന്നെ ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം സാനുമാഷയുടെ ഉപദേശപ്രകാരമാണ്. എൻ്റെ ഗുരുനാഥൻ്റെ രീതിയിലുള്ള അതായത് ഗുരുദേവൻ്റെ നേലുപോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സാനുമാഷ്. അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ഇറങ്ങിയതും എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് പ്രവർത്തിച്ചപ്പോൾ നമ്മൾ ആളുകൾക്ക് അദ്ദേഹത്തിനെ എതിർക്കാനുള്ള ശക്തിയില്ലാത്ത ആരെങ്കിലും എതിർത്തിട്ടെങ്കിൽ അവരെ റൗഡുകളെ വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിസ്ഥിതിയായിരുന്നു. ഏത് ഭരണാധികാരി ആര് പറഞ്ഞാലും അയാളുടെ പ്രഭാവം കൊണ്ട്, അയാളുടെ ഈ പണത്തിൻ്റെ ശക്തി കൊണ്ട് എല്ലാവരെയും പിന്നെ ഒരു നിശബ്ദമാക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഈ വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എനിക്ക് അയാളുടെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. വ്യക്തിപരമായിട്ട് അയാൾ പിന്നെ നല്ല കുശലനാണ്, സമർത്ഥനാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ അതേ സമയത്ത് SNDP എന്ന യോഗത്തിൽ തലവനായി നിന്ന് അതിന് കിട്ടുന്ന വരുമാനങ്ങൾ അതൊക്കെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു അസമത്വമായ ഒരു ഭരണം ഞങ്ങൾ ഒരിക്കലും സഹിച്ചില്ല. അതുകൊണ്ടാണ് ഞങ്ങളിത് ഇതുവരെ എതിർത്തത്. ഞങ്ങൾ പല പ്രാവശ്യം പല കേസുകളും എല്ലാം എതിർത്തു. ഇതിനു വേണ്ടി ചെറുപ്പക്കാരൊക്കെ നിറയെ പ്രവർത്തിച്ചിട്ടുണ്ട്. എത്രയോ SNDP തന്നെ പ്രവർത്തിച്ച നല്ല ചെറുപ്പക്കാർ അതിൻ്റെ ഈ സാമാന്യമായ ഒരു വൃത്തികേട് കണ്ടിട്ട് എല്ലാം മാറി വന്നവരുണ്ട്. അവരും എതിർത്തു. പക്ഷേ ഏതോ ഒരു ശക്തി കൊണ്ട് നമുക്കത് സാധിച്ചില്ല. പക്ഷെ ഇന്ന് സത്യം എന്ന ഒന്ന് അയാൾ വിജയിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ സത്യം തീർച്ചയായും ഒരു ഭരണം ഈ SNDPയിലോ അല്ലെങ്കിൽ പിന്നെ ഗുരുദേവ ഭക്തജനങ്ങളോ ഉണ്ടെങ്കിൽ അവർ സത്യസന്ധ ഈ ബോധം എപ്പോൾ മറക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു ഭരണത്തിൽ വന്നാൽ സാധാരണക്കാരൻ്റെ കാശാണ്. SNDP യോഗത്തിൻ്റെയും ഈ SNDയും സാധാരണക്കാരൻ്റെ കാശ്, മടിയിൽ നിന്നുള്ള കാശും തേങ്ങ കൊടുത്തിട്ടുണ്ടാക്കിയ കാശ്, അധ്വാനിച്ചുള്ള കാശാണ് ഈ സ്കൂൾ ഉണ്ടാക്കുക. അതിൻ്റെ വരുമാനം ഈ ശ്രീനാരായണീയർക്ക് തന്നെ പതിച്ചു കിട്ടാനുള്ള ഒരു സാഹചര്യമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. അതാണ് എൻ്റെ അപേക്ഷ. ഇനി മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും? അതാണ് അത് ഗവൺമെൻറ്. കാരണം നമ്മൾ ഒരു കമ്മിറ്റി ഗവൺമെൻറ്റിന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോർട്ടിൽ നിന്ന് തീരുമാനിച്ചാൽ കമ്മിറ്റീൻ്റെ ഉപദേശപ്രകാരം ഒരു 4-5 കുറേ ആൾക്കാരെടുത്ത് അവരുടെ ഉപദേശപ്രകാരം ഇലക്ഷൻ നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ഡെമോക്രറ്റിക് വേലി നോൺ ട്രേഡിംഗ് കമ്പനിയാണ് SNDP യോഗം. അത് മാറ്റി ഇതുകൊണ്ട് ഒരു ഇലക്ഷൻ നടത്തണം. 5 കൊല്ലത്തെ ഒരു ഇലക്ഷൻ നടത്തണം നിർബന്ധമാണ്. പക്ഷേ ഇന്ന് അത് നടന്നു വരുന്ന കാര്യം എന്ന് വെച്ചാൽ അതിന് 100-200 പേർക്ക് 2 പേര്, അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളായിരിക്കും ആ തെരഞ്ഞെടുക്കുക. അവരുകൊണ്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരു കാലത്തും ഒരു ഭരണം നമുക്ക് മാറ്റി കിട്ടാൻ പറ്റില്ല. സ്വതന്ത്രമായ ഒരു ഇലക്ഷൻ
എല്ലാവരും ആർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വ്യക്തിയെ അവർ തെരഞ്ഞെടുത്ത് അവർ ഈ സാധാരണക്കാരന് വേണ്ടി, അതായത് ഈ ഇത്രയും സ്വത്തുകളും അവകാശങ്ങളുള്ള ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സാധാരണക്കാരന് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണം ഉണ്ടാക്കണം. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.